ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ റെനാൻകുലസ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരുന്നു. ഞാനിത് ഒക്ടോബർ നവംബറിൽ വാങ്ങി ഇത് നട്ടതായിരുന്നു. അപ്പം ഓൺലൈനായിട്ട് വാങ്ങി ആറ് ചെടികൾ വാങ്ങിച്ചായിരുന്നു. ചെടികളല്ല, അതിൻ്റെ ട്യൂബേഴ്സ് പോലുള്ള ഇതാണ് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് കിളിർത്ത് കിട്ടിയത് ഈ ഒരു പ്ലാന്റ് മാത്രമേ കിളിർത്ത് കിട്ടിയിട്ടുള്ളായിരുന്നു. നല്ല റോസാപ്പൂവിൻ്റെ കൂട്ട് നല്ല ഭംഗിയുള്ള പൂക്കളുടെ ഭംഗി കണ്ട് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതായിരുന്നു ഇത് വിൻ്റർ സീസണിലാണ് ഇതിൽ ഫ്ലവറിങ് ഉണ്ടാകുന്നത്. പക്ഷെ ഞാൻ ലേറ്റായിട്ടാണ് വാങ്ങിയത്. അപ്പം അത് കാരണം ഇത് കിളിർത്ത് വന്ന് ചെടിയായി വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ സീസൺ കഴിഞ്ഞു പോയിരുന്നു. എങ്കിലും ഒരെണ്ണം മാത്രമാണ് എനിക്ക് കിളിർത്ത് കിട്ടിയത്. അതും കുറേ കെയറൊക്കെ ചെയ്ത് ഞാൻ അതിനെ നല്ലതുപോലെ ആക്കി കൊണ്ടുവന്നതായിരുന്നു. സീസൺ കഴിഞ്ഞു പോയെങ്കിലും ഏപ്രിൽ മാസം ആയപ്പോഴേക്കും എനിക്കിതിലൊരു പൂ വന്നിരുന്നു. ഇതിൽ നിറയെ പൊട്ടിക്കിളിർത്ത് നല്ല ബുഷിയായിട്ട് വളർന്ന് നിറയെ പൂക്കളുണ്ടാകുന്ന ചെടിയാണ്. പക്ഷേ എനിക്ക് ഈ ഒരു സ്റ്റെമ്മ് മാത്രമേ വന്നിട്ടുള്ളൂ സ്ട്രെയിറ്റ് ആയിട്ട്. ബാക്കി ഇത് താഴേന്ന് ഈ ബ്രാഞ്ചസ് ഒന്നും വന്നിട്ടില്ല, കിളിർപ്പൊന്നും വന്നിട്ടില്ല. അതിൽ തന്നെ ഒറ്റയൊരു പൂവും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊരു പീച്ച് കളറാണ്. നല്ല ഭംഗിയുള്ള പൂവാണ്, പക്ഷേ അധികം പെറ്റൽസ് ഒന്നും ഇല്ല. സീസൺ അല്ലാത്തത് കാരണമാണെന്ന് തോന്നുന്നു. അപ്പം ഇതിന് ഒരുപാട് ചൂടൊന്നും പറ്റില്ല. ഞാനതിനെ ഷെയ്ഡിൽ വെക്കും. രാവിലെ കുറച്ച് ഷെയ്ഡുള്ള ഭാഗത്ത് വയ്ക്കും, ഉച്ചയാകുമ്പം വീണ്ടും മാറ്റി പല ഷെയ്ഡിൽ ഇങ്ങനെ കൊണ്ട് നടന്ന് എന്തായാലും ഒരു പൂ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സീഡിൽ നിന്നും ഇതിൻ്റെ ട്യൂബറിൽ നിന്നും ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത സീസണിലേക്ക് ഇതിൻ്റെ സീഡ് കിട്ടുകയാണെങ്കിൽ അതൊന്നും എടുത്ത് മാറ്റി വെച്ച് പുതിയ പ്ലാന്റ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.